ഭഗവാൻ തന്ന വലിയ നിയോഗമാണ് രാജപ്രതിനിധിയായി സന്നിധാനത്ത് എത്താൻ കഴിഞ്ഞത് എന്ന് നാരായണ വർമ്മ. ശബരിമലയിലെ ആചാരങ്ങൾ അതേ പവിത്രതയോടെ സംരക്ഷിക്കാൻ പ്രവർത്തിച്ച എല്ലാവർക്കും വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കും. ഇന്ന് ഭഗവാന്റെ അടുത്ത് നിൽക്കുമ്പോൾ അന്ന് നടന്ന സംഭവങ്ങളെല്ലാം മനസ്സിലൂടെ കടന്നു വരുന്നുണ്ട്. നാരായണവർമ്മ ജനം ടിവിയോടാണ് ഇത് പ്രതികരിച്ചത്. ഏറെ വൈകാരികമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അന്നത്തെ സംഭവ വികാസങ്ങൾ അദ്ദേഹം വളരെ വൈകാരികമായാണ് ഓർത്തെടുക്കുന്നത്. എന്തായാലും സന്നിധാനത്ത് നിന്നും അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കി ആ റിപ്പോർട്ടൊന്ന് കണ്ടിട്ട് വരും. പന്തളാൻ കൊട്ടാരത്തിൻ്റെ രാജപ്രതിനിധിയായി നാരായണവർമ്മ അദ്ദേഹം സന്നിധാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആചാരപരമായ ചടങ്ങുകളാണ് ശബരിമല സന്നിധാനത്ത് ഉള്ളത്. എന്തായാലും ഒരു ഭഗവാന്റെ ഒരു വലിയ നിയോഗം അല്ലേ? ഭയങ്കര വലിയൊരു നിയോഗമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം പന്തളത്തു നിന്നും ഒരു ഏകദേശം 90 കിലോമീറ്ററോളം 2.5 ദിവസം കൊണ്ട് കാൽനടയായി എത്തുകയും ഇന്ന് രാജപ്രതിനിധിയെ സ്വീകരിക്കുന്ന ചടങ്ങ് ഇന്ന് ശബരിമലയിൽ സന്നിധാനത്തും നടന്നു. അത് വളരെയധികം പൗരാണികവും മാത്രവുമല്ല വളരെ പരിപാവനവുമായ ഒരു ചടങ്ങാണ്. ശരംകുത്തിയിൽ നിന്നായിരുന്നു നേരത്തെ ഈ ചടങ്ങുകൾ നടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ശരംകുത്തിയിൽ നിന്നും കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് പണ്ട് ഇത് ഒരു ഭഗവാന്റെ വാഹനമായ ഒരു ആനയെ അയച്ചായിരുന്നു അച്ഛനെ സ്വീകരിച്ചിരുന്നത്. നമ്മുടെ ഒരു എഴുന്നള്ളിപ്പിന്, മാളികപ്പുറത്തു നിന്നുള്ള എഴുന്നള്ളിപ്പിന് ഭഗവാന്റെ ഇരുഭാഗങ്ങളിലും ഇഞ്ചിപ്പാറക്കോട്ട, തലപ്പാറക്കോട്ട എന്നീ വനദേവതകളും അകമ്പടി സേവിക്കുന്നു. അതുപോലെ തന്നെയാണ് അച്ഛനെ സ്വീകരിക്കാനായിട്ട് അന്ന് ഭഗവാൻ ആനയെ വിടുക, എന്നിട്ട് അച്ഛൻ ആനപ്പുറത്ത് കയറി വരിക എന്നൊരു സങ്കല്പമായിരുന്നു 2016 വരെ നടന്നിരുന്നത്. എന്നാൽ ഈ വർഷം നമ്മൾ 2016 ഒരു കോടതി വിധിയുടെ അത് കാരണം അത് മുടങ്ങിയിരിക്കുകയാണ്. അത് പൂർവാചാരപ്രകാരം വേണമെന്ന് നമ്മൾ ശബരിമലയിലെ 2018 ദേവപ്രശ്നത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും അത് പഴയ രീതിയിലേക്ക് വരണം, പൗരാണികമായിട്ടുള്ള ആ ചടങ്ങ് പുനഃസ്ഥാപിക്കണം. അതാണ് കൊട്ടാരത്തിൻ്റെ ആവശ്യമാണ്. അത് ദേവസ്വം ബോർഡ് അധികാരികളെ കൊട്ടാരം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ഉച്ചയ്ക്ക് ഒരു 1:30 പമ്പയിൽ നിന്നും കയറിയത്. ഇവിടെ വന്ന് ശരംകുത്തിയിൽ നിന്ന് ഒരു 4:30 എക്സിക്യൂട്ടീവ് ഓഫീസറും ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും തങ്ക ചുരികയുമായിട്ട് വന്ന് രാജപ്രതിനിധിയെ സ്വീകരിക്കുകയും ആ തങ്കച്ചുരിക പിടിച്ചുകൊണ്ടാണ് 18-ാം പടിയിലേക്ക് രാജപ്രതിനിധി എത്തുന്നത്. ഇനിയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ, കളഭാഭിഷേകം അടക്കമുള്ള ചടങ്ങുകൾ, അതോടൊപ്പം തന്നെ തിരുവാഭരണത്തിൻ്റെ തിരിച്ചെഴുന്നള്ളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പുണ്യം നിറയുന്ന ആ ചടങ്ങുകളല്ലേ? അതെ. 17-ാം തീയതി കഴിഞ്ഞ ശേഷം 18-ാം തീയതി ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നത് പന്തളത്തു നിന്ന് കൊണ്ടുവരുന്ന അവസാനത്തെ നെയ്യഭിഷേകം എന്ന് പറഞ്ഞാൽ പന്തളം കൊട്ടാരത്തിൻ്റെ വക നെയ്യഭിഷേകമാണ്. നെയ്യഭിഷേകം കഴിഞ്ഞ് ഭഗവാന്റെ ശിരസ് ചൂടായിരിക്കുമ്പോൾ അത് തണുപ്പിക്കാനായിട്ട് പന്തളം അച്ഛൻ്റെ ഇതായിട്ട് തന്നെ നമ്മൾ കളഭാഭിഷേകം നടത്തുന്നുണ്ട്. പരിശുദ്ധമായ ചന്ദനം നമ്മൾ മറയൂരിൽ നിന്ന് വാങ്ങി നല്ല രീതിയിൽ ചന്ദനം നമ്മൾ അഭിഷേകം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും അങ്ങനെയാണ് കൊട്ടാരം ചെയ്യുന്നത്. യാതൊരു പറഞ്ഞില്ലേ മായങ്ങളൊന്നും ചേരാതെ പരിശുദ്ധമായ ചന്ദനം കൊണ്ടുള്ള അഭിഷേകമാണ്. അതിന് ഭഗവാൻ വളരെയധികം നമുക്ക് വേണ്ട രീതിയിലുള്ള അനുഗ്രഹം ചൊരിയുന്നുണ്ട്. നമ്മളെല്ലാ വർഷവും ഇത് കൊട്ടാരം നടത്തുകയാണ്. ദേവസ്വം ബോർഡായിരുന്നു പണ്ട് കൊട്ടാരത്തിന് വേണ്ടി നടത്തിയിരുന്നത്. പക്ഷേ അതൊക്കെ ഈ സ്പോൺസർമാർ വന്ന്, നമുക്കറിയാമല്ലോ ശബരിമലയിൽ സ്പോൺസർമാരാണ് പിന്നെ അതൊക്കെ കൈയടക്കി അതിൻ്റെ പരിശുദ്ധി തന്നെ പോകുന്ന രീതിയിലുള്ള മാറ്റങ്ങളുണ്ടായി. അതുകൊണ്ടാണ് പന്തളം കൊട്ടാരം നേരിട്ടാണ് ഇപ്പോൾ ഈ കളഭാഭിഷേകം നടക്കുന്നത്. കളഭാഭിഷേകം കഴിഞ്ഞ് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളൊരു എഴുന്നള്ളിപ്പുണ്ട്. അന്ന് ശരംകുത്തിയിലേക്കുള്ളൊരു എഴുന്നള്ളിപ്പാണ്. മാളിപ്പുറത്ത് മണിമണ്ഡപത്തിൽ നിന്നും ഇവിടെ കളമെഴുതിയ ശേഷം ഭഗവാൻ അയ്യപ്പസ്വാമി ശരംകുത്തിയിലേക്ക് പോയി 6-ാം തീയതിയിലേക്കുള്ള ഗുരുതിക്ക് വനദേവതമാരെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു വലിയൊരു ചടങ്ങാണ് നമുക്ക് ഈ 5-ാം തീയതി കാണുന്നത്, മകരവഞ്ചിന്. അത് നേരത്തെ അതൊക്കെ മറ്റ് പല രീതിയിലുള്ള കഥകളാണ് അത് സംബന്ധിച്ച് പ്രചരിച്ചിരുന്നത്. എന്നാൽ വാസ്തവത്തിൽ 6-ാം തീയതിക്കുള്ള ഗുരുതിക്ക് അന്ന് വനദേവതമാരെ വിളിച്ചുകൊണ്ടുവരിക, അതാണ് നിശബ്ദമായിട്ട് വരിക, തീവട്ടിയൊക്കെ കെടുത്തി നിശബ്ദമായിട്ട് വരിക എന്ന ആ ചടങ്ങ് നടക്കുന്നത്. അത് വളരെ പ്രധാനമാണ്. പല സ്വാമിമാർക്കും അതിൻ്റെ കഥകൾ അറിയില്ല, തെറ്റായ കഥകളാണ് പ്രചരിച്ചുകൊണ്ടിരുന്നത്. അതിനൊക്കെ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇനി അങ്ങയുടെ ഒരു വ്യക്തിപരമായ ചോദ്യം, ഒരു ഭഗവാന്റെ മുന്നിലേക്ക് ആ രാജപ്രതിനിധിയായി വന്ന് നിൽക്കുക എന്നത്
ഒരു പൂർവ്വജന്മ സുഹൃതമായി തന്നെയല്ലേ ആ ഒരു നിമിഷങ്ങളിലൂടെയൊക്കെ ഈ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ സാക്ഷിയാകാൻ കഴിയുക. അങ്ങനെ ഒരു മഹാഭാഗ്യം. എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത് അന്ന് പന്തളത്തെ ആ സംഗമത്തിൽ അങ്ങ് പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്. അന്ന് വൈകാരികമായുള്ള വാക്കുകൾ. അതിനുശേഷം ഈ പിറ്റേ വർഷം രാജപ്രതിനിധിയായി ഇവിടെ എത്തുന്നു. അങ്ങനെ ഒരു ഭഗവാന്റെ ഒരു അനുഗ്രഹം കൂടിയല്ലേ. ഭഗവാൻ ചില സമയത്ത് നമ്മളിൽ കൂടിയും പ്രവർത്തിക്കും. അതാണ് പന്തളത്ത് നടന്നതും അതുതന്നെയാണ്. സെപ്റ്റംബർ 28 കോടതി വിധി വന്നപ്പോൾ ഭഗവാന്റെ ആചാരങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി പന്തളം കൊട്ടാരത്തിലെ ശശികുമാർ വർമ്മയും അതുപോലെ അവിടുത്തെ കുടുംബാംഗങ്ങളെയും നമ്മുടെ നാട്ടുകാരെയും എല്ലാവരെയും ഒരുമിച്ച് ഭഗവാൻ പണ്ട് ഉദയനു വേണ്ടി യുദ്ധം ചെയ്യാൻ ഉദയനെ തോൽപ്പിക്കുവാനായിട്ട് നാട്ടുകാരെ മുഴുവൻ കൂട്ടി അയ്യപ്പ യോഗങ്ങളുണ്ടാക്കി. അതുപോലെ തന്നെ ആ ഒരു ആചാരം സംരക്ഷിക്കുവാൻ, ഭഗവാന്റെ ആചാരം സംരക്ഷിക്കുവാനായിട്ട് നമ്മളെ എല്ലാം മുന്നോട്ട് കൊണ്ടുവന്ന് ഒരുമിപ്പിച്ചു. അത് വിഘടിച്ച് നിന്ന ഹിന്ദു സമാജത്തിന് ഒരു പുത്തൻ ഉണർവായിരുന്നു. ഒക്ടോബർ 2, 2018 നമ്മുടെ ഭഗവാന്റെ ആ ആചാര സംരക്ഷണ ദിനം ഒരിക്കലും മറക്കാതെ നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. അന്ന് അനുഭവിച്ച വേദനകളെല്ലാം നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അത് സ്മരിക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ വികാരാധീനനായി തീരും. അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ശരിക്ക് നമ്മൾ ഭക്തിയും മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. ആ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരിക, ആ നമ്മൾ ഭഗവത് ചൈതന്യത്വത്തിലേക്ക് ഉയർന്ന്, അങ്ങനെയാണ് അതിൻ്റെ ഒരു സങ്കല്പം തന്നെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനിപ്പോൾ രാജപ്രതിനിധിയായിട്ട് വരുമ്പോഴും എനിക്ക് ഇതെല്ലാം എൻ്റെ മനസ്സിൽ കൂടി പോകുന്നു. നമ്മുടെ അന്ന് ആചാരത്തിന് വേണ്ടി ഒത്തിരി കഷ്ടതകൾ അനുഭവിച്ച അയ്യപ്പ ഭക്തരെ സ്മരിക്കുന്നു, അവരുടെ കുടുംബങ്ങളെ സ്മരിക്കുന്നു, ഇപ്പോഴും കഷ്ടപ്പെടുന്ന നമ്മുടെ ഭക്തരെ സ്മരിക്കുന്നു. അവർക്കെല്ലാം നല്ലത് വരുവാനും നമ്മുടെ എല്ലാ അയ്യപ്പ ഭക്തർക്കും അതുപോലെ ഭഗവാന്റെ ആചാര സംരക്ഷണത്തിന് വേണ്ടി പൊരുതിയ എല്ലാവർക്കും നന്മയുണ്ടാകുവാനും ഞാൻ പ്രാർത്ഥിക്കാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. വൈകാരികമായി തന്നെ പോകുന്നു ആ വാക്കുകളൊക്കെ തന്നെ വരുമ്പോൾ. എന്തായാലും രാജപ്രതിനിധിയായി ഭഗവാന്റെ തിരുമുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ആചാരപരമായ ചടങ്ങുകളാണ്. 20-ാം തീയതി പുലർച്ചെ രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനമുള്ളത്. ഇതിനുശേഷമാണ് ആ പടിയിറങ്ങുക.